തേനിലും മധുരം വേദമല്ലാതെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. തുടർന്നും ബൈബിൾ പഠനത്തിനായി ഏവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ നാം ബൈബിൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആരംഭ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം മുതൽ ആരംഭിച്ച് അബ്രഹാമിൻ്റെ ചരിത്രത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഇസ്രായേൽ ജനത്തെക്കുറിച്ച്, ആ ജനത്തിലൂടെ വെളിപ്പെട്ടു വന്ന ദൈവപുത്രനായ ക്രിസ്തുവിനെക്കുറിച്ച്, ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ചും, തുടർന്ന് ദൈവസഭയുടെ ഉത്ഭവം, ദൈവസഭയുടെ വളർച്ച, സഭയ്ക്കുണ്ടായിരിക്കേണ്ട 7 അടിസ്ഥാനോപദേശങ്ങൾ, കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് വേണ്ടി സഭയുടെ ഒരുക്കം എന്നീ വിഷയങ്ങളെ നാം പഠിച്ചു കഴിഞ്ഞു. ഇനിയും വെളിപ്പാട് പുസ്തക പഠനത്തിലേക്ക് നാം കടക്കുകയാണ്. ഇത് അന്ത്യകാലമാകയാൽ ഈ പ്രവചന പുസ്തകം എല്ലാ വിശ്വാസികളും വായിച്ചിരിക്കുകയും മറ്റുള്ളവരെ വായിച്ചു കേൾപ്പിക്കുകയും അത് പ്രമാണിക്കുകയും ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കാരണം കർത്താവ് വരാൻ സമയമായിരിക്കുന്നു. ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ അത് വിശദമായി പഠിക്കുവാൻ അങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട പാസ്റ്റർ ജോബി ഹാൽവിൻ സാറിൻ്റെ 7 ദിവസത്തെ കൺവെൻഷൻ നടത്തുന്നു എന്ന്, അത് വെളിപ്പാട് പുസ്തകമാണെന്നും ഞാൻ അറിഞ്ഞു. എൻ്റെ ഭവനത്തിൽ നിന്ന് ഒത്തിരി ദൂരെ ആയിരുന്നെങ്കിലും പഠിക്കുവാനുള്ള ആഗ്രഹത്താൽ ഈ 7 ദിവസവും ഞാൻ അവിടെ പോയി. വളരെ ലളിതമായി നല്ലപോലെ മനസ്സിലാകത്തക്കവണ്ണം ആയിരുന്നു ആ പഠനം. ഓരോ അധ്യായവും വിശദമായി പഠിക്കുവാൻ എനിക്ക് സാധിച്ചു. ഞാനത് എല്ലാ ദിവസവും ഡയറിയിൽ നോട്ട് ചെയ്യുമായിരുന്നു. അത് വായിച്ച് പഠിക്കുകയും പിന്നെ ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണം ഞാനത് എഴുതി ഒരു പുസ്തകമാക്കി ഇപ്പോൾ ജനങ്ങളിലേക്ക് അത് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഒരു ഡയറിയിൽ കുറിച്ചെടുത്ത് നോട്ട് ചെയ്യണം, മറ്റുള്ളവർക്കിത് പറഞ്ഞു കൊടുക്കണം. ദൈവം അതിനെ സഹായിക്കട്ടെ. ഈ പുസ്തകം പഠിപ്പിക്കേണ്ട വിധം പഠിപ്പിക്കുവാൻ ദൈവം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകാന്ത്യം ആസന്നമായി, ഈ യുഗം കഴിയാറായി, രക്ഷയിൻ വാതിൽ പൂട്ടാറായി, നിന്നെ യേശു വിളിച്ചിടുന്നു. ഘോരമായുള്ളൊരു നാൾ വരുന്നേ, ഭൂമിയിൽ ആർനില നിന്നിടും, കോപത്തിയിൽ നീ വീഴാതെ ഈ രക്ഷ ഇന്നു നീ നേടിടുക. കൃപായുഗം, ഇത് കൃപായുഗം. യോഹന്നാനുണ്ടായ വെളിപ്പാട്, യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട്. വെളിപ്പാട് പുസ്തകം പ്രവചനങ്ങളുടെ പുസ്തകമാകുന്നു. പ്രവചനം എന്നാൽ ആരംഭത്തിൽ തന്നെ അവസാനത്തെക്കുറിച്ചും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും മുൻകൂട്ടി പ്രസ്താവിക്കുക എന്നതാണ് പ്രവചനം. ഈ പുസ്തകത്തിൽ ഭാവിയിൽ സംഭവിപ്പാനിരിക്കുന്ന കാര്യങ്ങളെ നടന്നു കഴിഞ്ഞതായും ഭാവിയിൽ നടക്കുവാനിരിക്കുന്നവയെ മുൻകൂട്ടി പറഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഉദാഹരണം, യെരുശലേം ദേവാലയത്തിൻ്റെ നാശത്തെ അത് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. ഭൂമിയുടെ നാശത്തെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. 1 പത്രോസ് 3:10. ഭാവിയിൽ സംഭവിപ്പാനുള്ള ബാബിലോൺ നഗരത്തിൻ്റെ നാശത്തെക്കുറിച്ചും ആ നാശം കണ്ടിട്ട് ജനം മാറത്തടിച്ച് കരയുന്നതും ഇപ്പോൾ നടക്കുന്നതായി മുൻകൂട്ടി പറയുന്നു. വെളിപ്പാട് 18:20. ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് യേശുക്രിസ്തുവും എഴുത്തുകാരൻ യോഹന്നാൻ അപ്പോസ്തലനുമാകുന്നു. ഈ പുസ്തകം എഴുതിയത് പത്മോസ് ദ്വീപിൽ വെച്ചാണ്. ആർക്ക് വേണ്ടി ഈ പുസ്തകം എഴുതി എന്ന് ചോദിച്ചാൽ, ആസിയയിലെ 7 സഭകൾക്ക് വേണ്ടി എഴുതി. 7 സഭകളിലൂടെ 7 സഭാ കാലഘട്ടങ്ങളിലുമുള്ള പുതിയ നിയമസഭയ്ക്ക് വേണ്ടി എഴുതി. ഇതിൽ 6 സഭാ കാലഘട്ടങ്ങളും കഴിഞ്ഞു. ഇനി ഈ കാലഘട്ടം 7ാം കാലഘട്ടമായ ലവോദിക്ക സഭാ കാലഘട്ടമാണ്. ഇതോടുകൂടി സഭാകാലം തീരുന്നു. യോഹന്നാൻ ഈ പുസ്തകം എഴുതുമ്പോൾ അവന് 90 വയസ്സായിരുന്നു. ഇതിൽ 18 മാസം അദ്ദേഹം സുവിശേഷ നിമിത്തം പത്മോസ് ദ്വീപിലായിരുന്നു. ഈ കാലയളവിൽ 4 പ്രാവശ്യം ആത്മവിവശനായി. ഈ 4 പ്രാവശ്യത്തിലാണ് ഈ പുസ്തകം എഴുതിയത്. വെളിപ്പാട് 10:3-4.
പത്മോസ് ദ്വീപ്. റോമിൽ എഫസോസിൽ നിന്നും 40 മൈൽ അകലെ ഈജിയൻ കടലിനാൽ ചുറ്റപ്പെട്ട് 10 മൈൽ നീളവും 6 മൈൽ വീതിയുമുള്ള റോമിലെ ഒരു ദ്വീപാണ് പത്മോസ്. ജനവാസമില്ലാത്തതും വിഷപ്പാമ്പുകളും കരിന്തേളുകളും കുറുനരികളും കഴുകന്മാരും ഒക്കെയും വസിച്ചിരുന്ന പാറക്കെട്ടുകളുള്ള സ്ഥലമാണിത്. 10,000-കണക്കിന് കുറ്റവാളികളെ ഇവിടെ തള്ളപ്പെട്ട് പട്ടിണിയാലും ഈ ക്ഷുദ്രജീവികളാലും ഒക്കെയും കുടിവെള്ളം പോലും കിട്ടാതെ ഇവിടെ കിടന്ന് മരിച്ചിട്ട് അവരുടെ ജഡം കഴുകന്മാർ തിന്നിട്ട് അവരുടെ അസ്ഥികൂടങ്ങളും തലയോട്ടികളും നിറഞ്ഞു കിടക്കുന്ന ആ കാഴ്ച കണ്ടിട്ട് എൻ്റെയും അവസ്ഥ ഇതുതന്നെയാണല്ലോ എന്ന് ഭാരപ്പെട്ട് ഭയത്തോടെ തളർന്നിരുന്നു പോയി. ആ ഭയത്തോടെ തളർന്നിരിക്കുന്ന യോഹന്നാൻ്റെ അടുക്കൽ കർത്താവ് തൻ്റെ മഹത്വത്തോടെ കടന്നു ചെന്ന് വലത് കൈ അവൻ്റെ മേൽ വെച്ചു. എന്നിട്ട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുന്നു. അധ്യായം 1. വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിന് അവൻ അത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. വേഗത്തിൽ സംഭവിപ്പാനുള്ളത് എന്ന് പറഞ്ഞിട്ട് ഇപ്പം 2000 വർഷങ്ങൾ കഴിഞ്ഞു, ഇതുവരെയും സംഭവിച്ചില്ലല്ലോ എന്ന് പലരും സംശയിച്ചേക്കാം. ഒരു സ്റ്റേജിൽ ഒരു പ്രോഗ്രാം തുടങ്ങുവാൻ അണിയറയിലെ ചില ഒരുക്കങ്ങൾ കാരണം അല്പ കാലതാമസമുണ്ട്. അതുവരെ കാഴ്ചക്കാർ ക്ഷമയോടെ കാത്തിരുന്നേ പറ്റൂ. ഒരുക്കം പൂർത്തിയായി കഴിഞ്ഞാൽ മറ, അതായത് കർട്ടൻ, നീക്കപ്പെടുകയും പ്രോഗ്രാം ഒന്നിനു പിറകെ ഒന്നായി വേഗം പ്രദർശിക്കപ്പെടുകയും ചെയ്യും. വെളിപ്പാട് എന്നതിൻ്റെ അർത്ഥം മറ നീക്കി പ്രദർശിപ്പിക്കുക എന്നാണ്. കർത്താവിന് ഒരു ദിവസം എന്നത് പ്രവചനപരമായി മനുഷ്യൻ്റെ 1000 വർഷമാകുന്നു. 2 പത്രോസ് 3:8, സങ്കീർത്തനം 90:4. അങ്ങനെ വരുമ്പോൾ ഈ പ്രവചനം നടന്നിട്ട് ദൈവത്തിൻ്റെ കണക്കിൻ പ്രകാരം 2 ദിവസമേ ആയിട്ടുള്ളൂ. വെളിപ്പാട് 1-ാം അധ്യായം 3-ാം വാക്യം പറയുന്നത്, ഈ പ്രവചന പുസ്തകം വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും അത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, കാരണം കർത്താവ് വരുവാൻ സമയമെടുത്തിരിക്കുന്നു. 1-4-5 വാക്യങ്ങളിൽ ഈ ഭാഗ്യവാന്മാരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. 1-7 ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു എന്ന് യേശുക്രിസ്തുവിൻ്റെ മഹത്വപ്രത്യക്ഷതയെ വെളിപ്പെടുത്തുന്നു. 1-8 ഈ പുസ്തകം വായിക്കുന്ന ഭാഗ്യവാന്മാരെ അനുഗ്രഹിക്കുന്നതും യേശുക്രിസ്തുവിൻ്റെ മഹത്വപ്രത്യക്ഷതയെ വെളിപ്പെടുത്തുന്നതും ആൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനുമായ സർവശക്തനായ ദൈവമായ കർത്താവായ ഞാൻ തന്നെ എന്ന് യഹോവയായ ദൈവം തന്നെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു. വെളിപ്പാട് 1-9 ഇത് കേൾക്കുകയും കാണുകയും എഴുതുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ എന്ന് യോഹന്നാൻ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ധൈര്യത്തോടെ തന്നെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു. പത്മോസ് ദ്വീപിൽ യോഹന്നാൻ ഉണ്ടായ അനുഭവം യോഹന്നാൻ വിവരിച്ച് പറയുകയാണ്. 1-ാം അധ്യായം 9 മുതൽ 16 വരെ വായിക്കുകയാണ്. നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവേശനായി നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി 7 സഭകൾക്ക് വായിക്കുക എന്നിങ്ങനെ കാഹളനാദത്തിനൊത്ത ഒരു മഹാനാദവൻ്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവൻ്റെ തലമുടിയും വെളുത്ത പഞ്ഞുപോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉറയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവൻ്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു.
അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോട് പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. ഇവിടെ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്നു. അതായത് 7 പൊൻനിലവിളക്കുകൾ എന്ന് പറയുന്നത് 7 സഭകളാകുന്നു. ഈ സഭയുടെ നടുവിൽ നിൽക്കുന്നു എന്ന് വെച്ചാൽ 7 സഭകളുടെയും കേന്ദ്ര ബിന്ദു, അതിൻ്റെ പ്രഥമ സ്ഥാനം ക്രിസ്തുവാകുന്നു. 2, വലങ്കയിൽ 7 നക്ഷത്രം എന്നത് സഭകളുടെ 7 ശുശ്രൂഷകന്മാർ. ഇവർ കർത്താവിൻ്റെ വലങ്കയിൽ സുരക്ഷിതരാണ്. കർത്താവ് അറിയാതെ അവരെ ആർക്കും യാതൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. നിലയങ്കി ധരിച്ചവൻ. നിലയങ്കി പുരോഹിത വസ്ത്രമാണ്. മൽക്കീസേദക്കിന്റെ ക്രമപ്രകാരം ക്രിസ്തു എന്നേക്കും പുരോഹിതനും ശ്രേഷ്ഠ മഹാപുരോഹിതനുമാകുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 4:14. മാറത്ത് പൊൻകച്ച. യേശു ക്രിസ്തു ശ്രേഷ്ഠ മഹാപുരോഹിതനും രാജാവും ആകയാൽ അവൻ മാറത്ത് പൊൻകച്ച കെട്ടിയിരിക്കുന്നു. യേശു രാജാവായി പിറന്നവൻ. മത്തായി 2:2. ജനങ്ങൾ ഹോസന്ന പാടി രാജാവായി സ്വീകരിച്ചവൻ. മർക്കോസ് 19:38. യഹൂദന്മാരുടെ രാജാവ് എന്ന് അവൻ തന്നെ പറഞ്ഞു. ലൂക്കോസ് 23:3. ക്രൂശിലെ മേലെഴുത്ത് യേശു യഹൂദന്മാരുടെ രാജാവ്. മർക്കോസ് 15:10-26. യേശു രാജാവായി വീണ്ടും വരുന്നവൻ. വെളിപ്പാട് 19:6, ലൂക്കോസ് 1:33. അടുത്തായി മനുഷ്യപുത്രനോട് സദൃശൻ. യേശുക്രിസ്തു മനുഷ്യവേഷമെടുത്ത് ഭൂമിയിൽ വന്ന് മനുഷ്യരുടെ സകല കഷ്ടങ്ങളും അനുഭവിച്ചറിഞ്ഞ് അവയെ തരണം ചെയ്യുവാൻ കഴിയും എന്ന് മാതൃകാ ജീവിതം കാണിച്ചു കൊടുത്ത യേശു ന്യായപാലനം ചെയ്യുവാൻ യോഗ്യൻ തന്നെ. അടുത്തായി അവൻ്റെ തലയും തലമുടിയും ഹിമം പോലെ വെണ്മ. അവൻ അബ്രഹാമിന് മുമ്പേ ഉണ്ടായിരുന്നു. ലോക സ്ഥാപനത്തിന് മുമ്പേ അവനുണ്ട്. അവൻ്റെ സിംഹാസനം പുരാതനമേയുള്ളത് ആയതിനാൽ ഒരു വയോധികന്റെ പക്വതയും പ്രാപ്തിയുമുള്ളവൻ. വയോധികന്റെ നരച്ച തല അവൻ്റെ പൂർവാധിക്യത്വത്തെ വെളിപ്പെടുത്തുന്നു. അതിനാൽ അവൻ മഹാദൈവമാകുന്നു. 1 യോഹന്നാൻ 5:20, തീത്തോസ് 2:12. അവൻ്റെ കണ്ണ് അഗ്നിജ്വാല. ഈ കണ്ണിന് മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല. ഏതിരുട്ടിൻ്റെ പ്രവൃത്തികളെയും വെളിച്ചത്ത് കൊണ്ടുവരുന്ന കാഴ്ചാശക്തി. ഹൃദയത്തിൽ വിചാരിച്ചതുപോലും പുറത്തു കൊണ്ടുവരും. കർത്താവ് ആദ്യം വന്നത് പാപികളെ രക്ഷിപ്പാൻ കരുണയുള്ള കണ്ണുമായി വന്നു. ഇനി വരുന്നത് കോപാഗ്നിയുടെ കണ്ണുള്ളവനായി പാപികളെ ന്യായം വിധിപ്പാൻ കടന്നു വരുന്നു. വെളിപ്പാട് 20:15. അവൻ്റെ കാൽ ചുട്ടു പഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. പാപികളെ ന്യായം വിധിച്ച് ദൈവക്രോധ ചക്കിലിട്ട് ചവിട്ടി മെതിക്കുന്നവൻ. അവൻ്റെ വരവിങ്കൽ ഒലിവുമലയിൽ കാൽ ചവിട്ടുമ്പോൾ തന്നെ ഒലിവുമല 2 പിളർന്നു പോകും. സഖരിയാവ് 14:4, വെളിപ്പാട് 14:19-20. അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ. അവൻ്റെ ആജ്ഞാശക്തിയുടെ ഗാംഭീര്യത്തെ വെളിപ്പെടുത്തുന്നു. ദാനിയേൽ 10:9. ന്യായവിധി നാളിലെ അവൻ്റെ ആജ്ഞാശക്തിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ദുഷ്ടജനം പേടിച്ച് വിറച്ച് വീണുപോകും. ശപിക്കപ്പെട്ടവരെ പിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവീൻ എന്നാജ്ഞാപിക്കുന്ന ഗംഭീര ശബ്ദം. മത്തായി 25:41, 22:13. അടുത്തായി അവൻ്റെ വായിൽ ഇരുവായ്ത്തലയുള്ള മൂർച്ചയേറിയ വാൾ. അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന മൂർച്ചയേറിയ വചനം പാപിയുടെ സന്ധി മജ്ജകളിൽ തുളച്ച് കയറി പാപബോധം വരുത്തി മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു. ഹർമഗ്ദോൻ യുദ്ധത്തിൽ ശത്രുക്കളെ നശിപ്പിക്കുന്നത് അവൻ്റെ വായിലെ ശ്വാസമെന്ന ഈ വചനത്തെ അയച്ചാണ്. അവരുടെ ശവങ്ങളെ തിന്നുവാൻ ആകാശത്തിലെ സകല പക്ഷികളോടും കൽപ്പിക്കുന്നത് ഈ വചനമെന്ന മൂർച്ചയേറിയ വാൾ അയച്ചാണ്. സഖരിയാവ് 19:12. മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ. അതായത് അവൻ്റെ മുഖശോഭയുടെ മുന്നിൽ ആർക്കും നിൽക്കുവാനാവില്ല. ജ്വലിച്ചു നിൽക്കുന്ന ഈ പ്രകാശത്തിന് മുമ്പിൽ നിന്ന് ഇരുട്ട് ഓടിപ്പോകും.
അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നയിക്കുന്ന ഈ വെളിച്ചത്തിൻ്റെ മുന്നിൽ മനുഷ്യൻ്റെ ഏത് ഇരുട്ടിൻ്റെ പ്രവൃത്തികളും വെളിപ്പെട്ട് വരും. മറഞ്ഞിരിപ്പാൻ ആർക്കും കഴിയുമില്ല. ഈ മഹത്വരൂപം കണ്ടിട്ട് യോഹന്നാൻ ഭയപ്പെട്ട് മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണുപോയി. എന്നാൽ കർത്താവ് തൻ്റെ വലം കൈ അവൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് താൻ ആരാണെന്ന് യോഹന്നാനെ പരിചയപ്പെടുത്തുന്നു. വെളിപ്പാട് 1:17 മുതൽ 19 വരെ. ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ പക്കലുണ്ട്. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും മേലാൽ സംഭവിപ്പാനുള്ളതും എൻ്റെ വലം കൈയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻനിലവിളക്കിൻ്റെ വിവരവും എഴുതുക എന്ന് കൽപ്പിച്ചു. 7 നക്ഷത്രം 7 ദൂതന്മാരും 7 നിലവിളക്ക് 7 സഭകളുമാകുന്നു. ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് എഴുതുവാനാണ് യോഹന്നാനോട് കർത്താവ് കൽപ്പിച്ചത്. വെളിപ്പാട് പുസ്തകത്തെ 3 ഭാഗങ്ങളായി തിരിക്കാം. നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, മേലാൽ സംഭവിപ്പാനുള്ളത്. നീ കണ്ടത് ക്രിസ്തുവിൻ്റെ മഹത്വരൂപം. 1-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഇപ്പോഴുള്ളത് 2-3 അധ്യായങ്ങൾ പറഞ്ഞിരിക്കുന്ന 7 സഭകൾ. മേലാൽ സംഭവിപ്പാനുള്ളത് 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെയുള്ള മഹോപദ്രവകാലം. അതാണ് മേലാൽ സംഭവിപ്പാനുള്ളത്. ഇങ്ങനെ 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. നീ കണ്ടത് ക്രിസ്തുവിൻ്റെ മഹത്വരൂപം. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും 7 രാജാമുടി ശിരസതിൽ ധരിച്ചും 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ.